സംസ്ഥാനം ഒഴിഞ്ഞിട്ടും പിണറായി വിജയന്റെ കണ്ണൂരിലെ വീടിന് മുന്നിലെ പോലീസ് സുരക്ഷ തുടരുകയാണ്. കഴിഞ്ഞ 10 വർഷമായി വെയിലത്തും മഴയത്തും സൗകര്യങ്ങൾ ഒന്നുമില്ലാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ജോലി ചെയ്യുന്നത്. എന്റെ സുഹൃത്തുക്കളെ, പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെതിരെയുള്ള ആക്രമണം വീണ്ടും ആരംഭിക്കുകയാണ്. 2 വീഡിയോസ് വഴിയാണ് എനിക്കിത് നിങ്ങളോട് പറയാനുള്ളത്. നോക്കൂ, നമുക്കറിയാം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ജീവിതപാതയിൽ ഒരു കാലഘട്ടത്തിലും ഈ മാധ്യമപ്രവർത്തകരുടെ തഴുകൽ തലോടൽ കിട്ടിയിട്ടില്ല. അത് വേണ്ടതാനും കേട്ടോ, അത് വേണ്ട എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചുള്ള മനുഷ്യനും കൂടിയാണ് അദ്ദേഹം. നമുക്കത് നിസ്സംശയം പറയാം. ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് അധികാരമില്ല. മുഖ്യമന്ത്രി എന്നുള്ള അധികാരമോ അല്ലെങ്കിൽ CPM-ന്റെ പരിപൂർണമായിട്ട് ഈ കേരളം ഭരിക്കാനുള്ള അധികാരമോ ഇപ്പോൾ ഇല്ല. അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്താണ്, പ്രതിപക്ഷ നേതാവാണ്. എന്തായാലും മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിണറായി വിജയനോളം ഭീഷണി നേരിട്ടിട്ടുള്ള മറ്റൊരു വ്യക്തി ചിലപ്പോൾ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസികൾ, ഒപ്പം തന്നെ സുരക്ഷാ ഏജൻസികൾ ഇദ്ദേഹത്തിന് സുരക്ഷ ഏർപ്പെടുത്തും. ഇദ്ദേഹത്തിന് മാത്രമല്ല, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മുഴുവൻ, വസ്തുവകകൾക്ക് മുഴുവൻ സുരക്ഷ ഏർപ്പെടുത്തുമെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് 5 വർഷം മുമ്പ് എങ്ങാണ്ടാണ് ആ ഒരു വീടിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ വീട് ആക്രമിക്കപ്പെടാതിരിക്കാൻ. ആ വീട് എങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കില്ല വാർത്ത എന്ന് നമുക്കറിയാം. പിണറായി വിജയന്റെ വീട് ആക്രമിക്കപ്പെട്ടു, ഒരു മുഖ്യമന്ത്രിയുടെ വീട് ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിൽ ഇന്ത്യ മുഴുവൻ ആ വാർത്ത പരക്കും, ഒരു സംശയവുമില്ല. അത്തരത്തിലുള്ള ഒരു വാർത്തകൾ ഒരു കാരണവശാലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് സുരക്ഷാ ഏജൻസികൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. എന്തായാലും പോലീസുകാർ അവിടെ കഴിഞ്ഞ കുറെ കാലമായിട്ട് കാവലുണ്ട്. ആ കാവലിന്റെ ഭാഗമായിട്ട് അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, ഒരു പോലീസ് വാഹനം ഉണ്ടായിരുന്നു. അത് കേടാവുകയും പിന്നീട് അത് റിപ്പയർ ചെയ്യാതിരിക്കുകയും അതിപ്പോ അവിടെയുള്ള പോലീസുകാർക്ക് ഇരിക്കുവാനും വരെ വസ്തുവകകൾ വെക്കാനുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. ഈ വാർത്ത വായന കേട്ടാ വിചാരിക്കും പോലീസുകാരെന്തോ ജോലി എടുക്കാനല്ല പോകുന്നത്, അവരെന്തോ ടൂറ് പോയതാന്നൊക്കെ. ടൂറ് പോവലാണോ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ? അല്ലല്ലോ. അപ്പോ വെയിലും മഴയും ഏറ്റ് ജോലി ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പല ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അത് അവരുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാണ്. 24 മണിക്കൂറും AC മുറിയിൽ മാത്രം ഇരുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും, എങ്ങനെ ഇതൊക്കെ സംഭവിക്കൂ. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ നോക്കൂ, ഒരു കൽപ്പണിക്കാരൻ നോക്കിക്കൊണ്ടു ഒരാൾ പറയുകയാണ്, നോക്കൂ എത്രയോ കാലമായി ഇയാൾ വെയിലും മഴയും കൊണ്ട് മാത്രം ജോലി ചെയ്യുന്നു, എന്തൊരു ദുരിതമാണ് ഇവരുടെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൽപ്പണിക്കാരന് പിന്നെ മഴയിലും വെയിലൊക്കെ കൊള്ളേണ്ടി വരുമെന്നേ. അത് അവരുടെ ജീവിതത്തിന്റെ റൊട്ടീൻ്റെ ഒരു ഭാഗമാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ വാർത്ത വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോഴും പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ എന്തോ ഒരു മോശം വ്യക്തിയായിട്ട് നമ്മുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കണം, ഒരു സംശയമില്ലാതെ പ്രതിഷ്ഠിക്കണം. നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട കേട്ടോ, ഇത് നമ്മുടെ ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റ് ഇങ്ങനെ വാർത്ത കൊടുക്കുള്ളൂ. ഇതിനപ്പുറത്തേക്കുള്ള പോസിറ്റീവ് വാർത്തകൾ ഇവരൊക്കെ കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അറിവിലില്ല, നിങ്ങൾ അറിവിലുണ്ടെങ്കിൽ നന്നു. വിജയനും കുടുംബവും തലസ്ഥാനത്ത് തുടരുമ്പോഴും പൂട്ടിയിട്ട വീടിന് മുന്നിൽ കാവൽ തുടരുകയാണ് ഇവർ. എന്റെ സുഹൃത്തുക്കളെ, പൂട്ടിയിട്ട വീടിന് മുന്നിൽ കാവൽ തുടരുകയാണ് ഇവർ എന്നൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ഈ ഇദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം പോയിട്ട് മാസങ്ങളായി എന്ന്. ആ രീതിയിലാണ് വാർത്ത ഇപ്പോൾ ഇവർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം പോയി പ്രതിപക്ഷ നേതാവായിട്ടൊക്കെ ഒരു മാസം, ഈ ഒരു മാസത്തിനിടയ്ക്ക് ഇവിടെ ഒരു പുതിയ മുഖ്യമന്ത്രി വരണം, അവര് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അതുമല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രിയുണ്ട്, RSC ആണ്, അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. ചിലപ്പോൾ അദ്ദേഹം തീരുമാനിച്ചിലെത്തില്ല. സുരക്ഷാ ഏജൻസികൾ പറയുകയാണ് അത് പറ്റില്ല, അദ്ദേഹത്തിന് ആ ഒരു വീടിന് സുരക്ഷ ഏർപ്പെടുത്തുന്നത് വളരെ ഒരു ആവശ്യമാണ്, ആ സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് സുരക്ഷാ ഏജൻസികൾ തീരുമാനിച്ചതാണ്, അതിൽ നിന്ന് പോലീസുകാരെ പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, പിൻവലിക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ VD സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നുണ്ട്, എനിക്ക് അധികം വാഹനങ്ങളൊന്നും എനിക്ക് എസ്കോർട്ട് വരണ്ട. പക്ഷെ സുരക്ഷാ ഏജൻസികൾ തീരുമാനിക്കുകയാണ് താങ്കൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് താങ്കൾക്ക് സുരക്ഷ വേണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ വാക്കൊക്കെ വെറും പാഴ്വാക്കാണെന്നേ. എന്തു വന്നാലും അദ്ദേഹത്തിന് മുമ്പിലും പുറകിലായിട്ട് വാഹനങ്ങൾ ഉണ്ടായിരിക്കും, സംരക്ഷിത കവചങ്ങളുമായിട്ട് വാഹനം ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതാണ് ഒരു വാർത്തയെങ്കിൽ രണ്ടാമത്തെ ഒരു വാർത്ത അത്ഭുതപ്പെടുത്തിയൊരു വാർത്തയാണ്. അത് ഇനിയിപ്പോ ഇത് റിപ്പോർട്ടർ ചാനലിൽ ഇതേ വാർത്ത വന്നിട്ടുണ്ടോ എന്നൊരു കാണിച്ചു തരാം. രണ്ടാമത്തെ വാർത്ത. പിണറായിയിലെ പാണ്ഡ്യാലമുക്കിലാണ് ഞാനുള്ളത്. എനിക്ക് പുറകിൽ കാണുന്നതാണ് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്. ആ വീട്ടിൽ നിന്ന്
തൊട്ട് അല്പം ഇപ്പുറത്തോട്ട് മാറിയാൽ ഒരു രസമുള്ള എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ വാർത്താ വായനയ്ക്ക്, അതായത് റിപ്പോർട്ടറിന്റെ വാർത്താ അവതരണത്തിന് ഒരു മയമുണ്ട്, ഒരു ആക്രമണ സ്വഭാവം കാണുന്നില്ല. എന്നാൽ ഏഷ്യാനെറ്റിന്റെ വാർത്താ അവതരണത്തിന് വ്യക്തമായിട്ടും ഒരു ആക്രമണ സ്വഭാവമുണ്ട്. അധികാരം കഴിഞ്ഞ് ഇത്ര സമയം കഴിഞ്ഞിട്ടും പിണറായി വിജയന്റെ വീടിന് ഇപ്പോഴും കാവൽ, അതും മഴയത്തും വെയിലത്തും കഷ്ടപ്പെട്ട് പോലീസുകാർ ജോലി ചെയ്യുന്നു. കാവൽ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം പാറാവ് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയൊക്കെ വളരെ കഷ്ടപ്പെട്ട ജോലി തന്നെയാണ്. അത് നിങ്ങൾ പറയാതെ തന്നെ അവർക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതല്ലാതെ കഷ്ടപ്പെടാതെ ബുദ്ധിമുട്ടാതെ ഒരു ജോലി ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ വാട്ട് ദ ഹെൽ ദേ ആർ സേയിങ്. എന്തൊക്കെയായാലും അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ടി.പി. ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ടാണ്. ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കി നമ്മുടെ കേരളത്തിൽ നിന്നാണ്, അതും പിണറായി വിജയനെതിരെ. ഈ ഒരു ഗവൺമെന്റ് വന്നതിന് ശേഷം ടി.പി. ചന്ദ്രശേഖരൻ കേസ് വീണ്ടും എടുക്കുന്നു, വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിടുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത ആരൊക്കെയോ ചമച്ചു. അവസാനം തീർച്ചയായിട്ടും അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നുള്ള പിണറായി വിജയനെതിരെയാണല്ലോ സംഗതിയെല്ലാം പോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു ആക്രമണത്തിലുള്ള സ്വഭാവമാണ് ഈ ചാനലുകളെല്ലാം ഒരുക്കി വെക്കുന്നത് എന്നുള്ളതാണ്. അവസാനം ടി.പി. ചന്ദ്രശേഖരന്റെ ഭാര്യയെ തന്നെ വിളിച്ചു ചോദിച്ചു, അവർ പറയുന്നത് കേൾക്ക്. ഞാൻ അവരെ വിളിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പോയില്ല, അങ്ങനെ കൊടുക്കാം. ഞാനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഇല്ല, ഇല്ലില്ല. വാസ്തവവിരുദ്ധാണല്ലേ? ശ്രീമതി കെ രമ, ഇപ്പോൾ താങ്കളുടെ പ്രതികരണം അല്പസമയം മുൻപാണ് കേട്ടത്. ഇത്തരത്തിൽ ടി.പി. കേസുമായി ബന്ധപ്പെട്ടൊരു പുനരന്വേഷണം ആവശ്യപ്പെട്ടു എന്ന് നേരത്തെ ഉണ്ടായൊരു വാർത്ത, അത് പൂർണ്ണമായും വാസ്തവവിരുദ്ധമാണ് എന്നാണ് താങ്കൾ ആ ടെലിബൈറ്റിൽ പറയുന്നത്. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയാണല്ലോ. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ഞാനങ്ങനെ അങ്ങനെ ഒരു ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചില്ല. നമ്മൾ ആലോചിച്ച കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. കണ്ടില്ലേ, കൃത്യമായിട്ട് കെ രമ പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു സംഗതി ഞങ്ങൾ ആലോചിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു പുനരന്വേഷണം വേണമെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല, ആലോചിച്ചതിന് ശേഷം വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ കെ രമ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ അധികാരമില്ലാത്ത ഒരു മനുഷ്യനെ വേട്ടയാടുക എന്നുള്ളൊരു ചിന്തയാണ് മാധ്യമങ്ങൾക്ക് മുഴുവനുള്ളത്. ഇവർ വേട്ടയാടൽ അവസാനിക്കുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നത്, അധികാരമില്ലാത്ത പിണറായി വിജയന് എന്തൊരു ഭയമാണ് ഇവർക്ക്. അധികാരമില്ലാതിരുന്നിട്ടും എന്തൊരു ഭയമാണ്. എന്തിനാണ് ഇവരിങ്ങനെ ഭയപ്പെടുന്നത് എന്നാണ് എനിക്ക് തീരെ പിടികിട്ടാത്തത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാര്യങ്ങളെല്ലാം. പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ, എന്നിട്ടും മാധ്യമപ്രവർത്തകരുടെ തലോടലല്ല, അതിനു പകരം തല്ല് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവായിട്ട് പിണറായി വിജയൻ തുടരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സുഹൃത്തുക്കളെ, ബൈ.